നമസ്കാരം സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു തത്സമയ സംപ്രേഷണത്തിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദമായ സ്വാഗതം. കടയ്ക്കലിൽ വൻ ലഹരി വേട്ട, തത്സമയ ദൃശ്യങ്ങളായി സാക്ഷി TV. പ്രിയ പ്രേക്ഷകരെ, കടയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ കടയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ വൻ ലഹരി വേട്ട നടന്നിരിക്കുന്നു. ഇവിടെ പാൻ മസാല, ശംഭു, പാൻപരാഗ്, കഞ്ചാവ് അടക്കമുണ്ട് എന്നാണ് പറയുന്നത്. കടയ്ക്കൽ പോലീസ് അത് ഇറക്കിയും നൂറുകണക്കിന് ചാക്കുകളാണ് ഇവിടെ ഉള്ളത്. ഈ തത്സമയ സംപ്രേഷണത്തിൽ ഏവർക്ക് സ്വാഗതം. കടയ്ക്കലാണ് സംഭവം. കടയ്ക്കൽ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഞാനുള്ളത്, സാക്ഷി TV ഉള്ളത്. അതിന്റെ തത്സമയ സംരക്ഷണമാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഗോകുലിന് വരൂല, ഗോകുല് ഒറ്റ അതിനകത്തൊരു പറയും നെറ്റി മുറിഞ്ഞാടെ ഇല്ല. ഈ തിരക്കിനിടയിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ നാട്ടുകാരും പോലീസും അടക്കം വൻ തിരക്കാണ് ഇവിടെ. കടയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് കടയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ്. ഞാനാണ് എന്നെ മെയിൻ വണ്ടി, ഇവരെല്ലാരും ഒറ്റ കൊടുത്ത് ഞാനാണ്. അയ്യോ, ഞാൻ അമ്മ വന്ന് എന്നെ വീട്ടിൽ കയറി വന്ന് വെട്ടു. ഞാനല്ല, ലൈവാണ് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. കടയ്ക്കൽ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത്. നൂറുകണക്കിന് ലഹരി പദാർത്ഥങ്ങളാണ് ഇവിടെ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന് തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി ഞങ്ങൾ എത്തിക്കുന്നത്. ആദ്യം ഇറക്കുകയും പിന്നീട് അത് വണ്ടിയിലേക്ക് ലോഡ് ചെയ്ത് സ്റ്റേഷനിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിനാണ്. വൻ തിരക്കാണ് ഇവിടെ. കടയ്ക്കൽ ബസ് സ്റ്റാൻഡ് മൈതാനത്തിലാണ് ഇപ്പോൾ സാക്ഷി TV ഉള്ളത്. ഇവിടെ നൂറുകണക്കിന് ആൾക്കാർ തിങ്ങിക്കൂടിയിരിക്കുന്നു. ഇതേണ്ട ഈ കിടക്കിന് പാൻപരാഗ്, ഹലോ, അതിന്റെ ലൈവിലാണ്. ലൈവ് വിളിക്കാം, ഞാൻ പിന്നെ വിളിക്കാം. നൂറുകണക്കിന് ചാക്കുകളിലാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ ഇവിടെ. ഒരുപക്ഷെ ഈ നമുക്ക് അടുത്ത് വരാൻ പോകുന്ന നമ്മുടെ വലിയ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം, എന്നാണെന്ന് അറിയില്ല. ഏകദേശം ഇവിടെ ഒരുപാട് പേർ തടിച്ചുകൂടി കിടക്കുകയാണ്. ഇതിൽ വ്യക്തമായ ഒരു സിംഗയ്ക്ക് നമുക്കറിയാം. കടയ്ക്കൽ പോലീസ് ബാരിക്കേഡ് വെച്ച് ഈ വാഹനത്തിനെ മറച്ചിരിക്കുകയാണ്. എങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ തത്സമയം അവിടേക്ക് എത്താം. ഈ വാഹനത്തിൽ നിന്ന് ഈ ലഹരി പദാർത്ഥങ്ങൾ ഇറക്കുകയും പിന്നീട് അത് ലോഡ് ചെയ്ത് ആ വാഹനത്തിൽ നിന്ന് തന്നെ കയറ്റി സ്റ്റേഷനിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് കടയ്ക്കൽ പോലീസ്. ഒപ്പം പൊതുജനങ്ങളും ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇവിടുത്തെ ടാക്സി
അതേപോലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവര് ഒരു മനസ്സോടു കൂടി നിന്ന് ഈ സാധനം ഇറക്കിയും തിരിച്ച് അത് വാഹനത്തിലേക്ക് പോലീസിന് വ്യക്തമായ തെളിവുകൾ എങ്ങനെയാണ് സാക്ഷി TV തിരിച്ച് കയറ്റുകയും ചെയ്യുകയാണ്. ഇവിടെ ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് പാൻ മസാല, ശംഭു, പാൻ പരാഗ്, കഞ്ചാവടക്കമുള്ള സാധനങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളതെന്നാണ് ഇപ്പൊ നമുക്കറിയാൻ കഴിയുന്നത്. എന്നാലും ഈ ചാക്കുകളൊന്നും തന്നെ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. ലോഡിങ്ങാരൊന്നുമില്ല. ലോഡിങ്ങാർക്ക് പകരം ഈ നാട്ടുകാർ തന്നെ കർണാടക എന്തൊക്കെയാണ് ഇവിടെ ഇപ്പൊ സംഭവിച്ചത്? ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? ഇതെന്താണ് ഈ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ്? അതാണ് നമുക്ക്. പക്ഷേ ലഹരി വേട്ട എന്ന് മാത്രമേ നമുക്കറിയാം. ലഹരിയാണ് എന്ന് മാത്രമേ അറിയാൻ പറ്റൂ. കർണാടകനെ പോലെ സാമൂഹ്യ പ്രവർത്തകർ കടക്കലുള്ളപ്പോ ഇതുപോലുള്ള ഒരു സമയങ്ങളിൽ നമുക്ക് ഇതൊരു വലിയ ഞെട്ടിക്കുന്ന സംഭവമല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് ചെറിയൊരു ഗ്രാമം, നമ്മള് ഏകോദര സഹോദരങ്ങളായിട്ട് ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ലഹരിയൊക്കെ കൊണ്ടുവന്നിട്ട് വിൽപ്പന നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതെ അതെ, കുട്ടികളുടെ ഭാവിയല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഈ കണ്ടില്ല, ഇത്രയും ജനങ്ങൾ ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നത് അതിന്റെ പ്രതിഷേധം കൊണ്ട് തന്നെയല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ ചാക്കളൊക്കെ നമ്മുടെ നാട്ടുകാർ തന്നെ എണ്ണിക്കേറ്റ് കഴിയുന്നല്ലേ? ഇറക്കിയത് അതെ അതെ അതെ, ഇറക്കിയതും നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കടയ്ക്കൽ പോലെ ഇതുപോലുള്ള നമ്മുടെ നാട്ടുകാരാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രചോദനം. തീർച്ചയായിട്ടും അവർ തന്നെയാണ് ലോഡ് ചെയ്ത് ഇറക്കി അൺലോഡ് ചെയ്യും. ആട്ടോക്കാരൻ. അതെ 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 അതെ. ഷൈജു സാക്ഷിയുടെ പ്രേക്ഷകർക്കായിട്ട് ഇതെന്താണ് ഇതിനകത്തുള്ളതെന്ന് ഷൈജു എന്ന് പറയാൻ കഴിയും? പറ. ഗണേഷ്, അതായത് ഗണേഷ് ഉണ്ട്, വിമലുണ്ട്, പിന്നെ നമ്മളെ ശംഭുല്ല, ഗണേഷുണ്ട്, ഗണേഷ്, വിമല്, ചൈനിക്കൻ. കൂള്. ഇന്നത്തെ ആരോ പറയുന്നത് കഞ്ചാവുണ്ടെന്ന് പറയുന്നു. അതെ ഇത് ഇവിടുന്ന് വന്നു എന്നങ്ങനെ വല്ല അതൊക്കെ നമ്മുടെ ആട്ടോ കൺവീനർ ഷൈജുൻ എന്താണ് പറയാനുള്ളത്? പറയൂ. എന്താണ് ഇപ്പൊ ഈ ഉത്സവ സീസൺ കൂടിയാണ്. വലിയൊരു ലഹരി വേട്ട നടക്കുന്ന ആദ്യമായിട്ടാണ്. ഇതിൽ ആട്ടോ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ലോഡിങ് അൺലോഡിംഗ് ആയിട്ട് നിൽക്കുന്നത്. അവര് ആത്മാർത്ഥമായിട്ട് ഈ നാടിന്റെ ഇപ്പോഴത്തെ ദുരവസ്ഥ ആട്ടോ തൊഴിലാളികൾ ഒന്നടങ്കം ഖേദിക്കുന്നതിന്റെ ഒരു ഫലമായിട്ടാണ് എല്ലാ തൊഴിലാളികളും ഒന്നിച്ച് ഇതിന്റെ അൺലോഡിംഗും ലോഡിംഗും ആയിട്ട് നേതൃത്വം കൊടുക്കുന്നത്. ഷൈജു ഒരു കാര്യം ചോദിച്ചാൽ, സാധാരണഗതിയിൽ ഇത്തരം നമ്മുടെ നാട്ടിൽ ലോഡ് വന്നു കഴിഞ്ഞാൽ സാധാരണ ലോഡ് ചെയ്യുന്നത് നമ്മുടെ യൂണിയൻകാരാണല്ലോ. അപ്പൊ ആട്ടോക്കാർ ഇങ്ങനെ ഒരു വലിയ ദൗത്യം ചെയ്ത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കടയ്ക്കലാണ് ഈ സംഭവം. കടയ്ക്കലാണ് ഇപ്പോൾ സാക്ഷി TV ഉള്ളത്. കടയ്ക്കല് ഒരു വൻ ലഹരി വേട്ട നടന്നിരിക്കുന്നു. ഇത് എവിടുന്ന് വന്നു എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് നാളത്തെ പ്രഭാതത്തിൽ മാത്രമേ അതിന്റെ സൂക്ഷ്മ വിവരങ്ങൾ അറിയുള്ളൂ. കടയ്ക്കൽ പോലീസും അതോടൊപ്പം തന്നെ കടയ്ക്കലുള്ള മുഴുവൻ സാംസ്കാരിക നേതാക്കന്മാർ, ആട്ടോ ഡ്രൈവേഴ്സ്, ടാക്സി ഡ്രൈവേഴ്സ്, അതുപോലെ കലാകാരൻ എല്ലാവരും തന്നെ ഈ വേട്ടയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ തത്സമയം ഇവിടെ തന്നെ ഉണ്ട്. ഏകദേശം അതെ 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 ഈ തൊട്ടടുത്ത് വളവുംതെങ്ങ് അവിടെയാണ് ഇതിന്റെ ഈ കടയ്ക്കലിന്റെ സാംസ്കാരികതകളിൽ കുറേയേറെ ചെറുപ്പക്കാർ നിൽക്കുന്നത്. കടയ്ക്കൽ അതെ അതെ നമ്മുടെ കടയ്ക്കൽ പഞ്ചായത്ത് നടക്കുന്ന ആദ്യത്തെ വൻ വേട്ടയാണ് സാക്ഷി TV. ഏകദേശം 10 കോടി രൂപ വരും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കടയ്ക്കലിലെ മുഴുവൻ അതെ അതെ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഏറ്റവും ക്രൈം ത്രില്ലർ ജ്യോതിഷ് സാറാണ് ഈ വേട്ടയ്ക്ക് പിന്നിലുള്ളത് എന്നറിയാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു കാര്യമാണ്. നമുക്ക് ശ്രമിക്കാം ജ്യോതിഷ് സാറെ നമ്മുടെ ഇപ്പൊ ചടയമംഗലത്തെ പ്രിൻസിപ്പൽ ക്രൈം SI ആയിട്ട്
ചുമതലയേറ്റതാണ്. ജോയ് സാറിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് വല്ല സൂം ചെയ്ത് ഞാനൊന്ന് കാണിക്കാം. ജോയ് സാറാണ് ഇപ്പൊ ഈ ലോറിയിൽ നിൽക്കുന്നത്. അദ്ദേഹമാണ് ഈ വേട്ടയ്ക്ക് കരുത്ത് നൽകിയ പോലീസ് ടീമിലെ ഏറ്റവും വലിയ ആൾ. അദ്ദേഹം ചടയമംഗലത്തെ ചാർജിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ തന്നെ ചടയമംഗലത്തെ മുനിസിപ്പൽ സിയായിട്ട് അദ്ദേഹം ചുമതലയേൽക്കുന്നു എന്നുള്ള വാർത്തയിൽ വരുന്നു. അദ്ദേഹമാണ് ഈ ലോറിയിൽ നിൽക്കുന്ന, അദ്ദേഹമാണ് ഈ ക്രൈമിന് അല്ലെങ്കിൽ ഈ വേട്ടയ്ക്ക് പിന്നിലുള്ള ആള് എന്നാണ് നമുക്ക് ഇവിടുന്ന് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തെ കാണിക്കാനേ പറ്റും. അദ്ദേഹത്തിന്റെ അഭിപ്രായമൊന്നും തേടാൻ പറ്റില്ല. അദ്ദേഹം വളരെ തിരക്കിലാണ്. ഇപ്പോൾ വളരെ തിരക്കിലാണ്. നമ്മുടെ ജ്യോതിഷ് സാറാണ്, ജ്യോതിഷ് ചെറുവോർ, ബിഗ് സലോൺ. അദ്ദേഹമാണ് നമുക്ക് ഈ വേട്ടയുടെ സൂത്രധാരകൻ, അല്ലെങ്കിൽ അദ്ദേഹമാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നുള്ളത്. അദ്ദേഹം ലോറിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നമുക്ക് ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ ബൈക്കോ ഒന്നും എടുക്കാൻ കഴിയില്ല. അദ്ദേഹം ചടയമംഗലത്തെ പ്രിൻസിപ്പൽ SI ചുമതലയേൽക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ വന്നിരുന്നത്. പക്ഷേ എങ്കിലും അദ്ദേഹം ഇപ്പൊ കടയ്ക്കലിൽ വീണ്ടും ഒരു വലിയ ലഹരി വേട്ടയ്ക്ക് നേതൃത്വം കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പൊ ലോറിയിലാണ്. അദ്ദേഹം പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ സാധിക്കുമെങ്കിൽ സാക്ഷി TV അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകും. കടയ്ക്കല് ഏറ്റവും വലിയ ഒരു ഏകദേശം 10 കോടി രൂപയുടെ ലഹരി വേട്ടയാണ് ഇപ്പോൾ കടയ്ക്കൽ നടന്നിരിക്കുന്നത്. വളരെ തന്ത്രപരമായും ബുദ്ധിപരമായും നമ്മുടെ ചിറവ് ജ്യോതിഷ് എന്ന് പറയുന്ന നമ്മുടെ അദ്ദേഹത്തെ സൂം ചെയ്ത് കാണിക്കുമ്പോൾ നമ്മുടെ ഈ എന്താ പറയുന്നത്, അദ്ദേഹം വൈഡായി പോകുന്നു, അല്ലെങ്കിൽ ഈ ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരു ഇതിലേക്ക് വന്നു. അദ്ദേഹമാണ് നേതൃത്വം നൽകിയതെന്ന് അറിയാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ സാക്ഷി TV ഏറെ അഭിമാനിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വളരെയധികം ജനങ്ങൾ തങ്ങിക്കൂടിയിരിക്കുന്നു. കടയ്ക്കൽ പോലീസ് നൽകുന്നു. അദ്ദേഹം ലോറിയിലാണ്. നാളെയെങ്കിലും പ്രഭാതത്തിൽ അദ്ദേഹത്തെ കണ്ട് നമുക്ക് അദ്ദേഹത്തോട് പ്രതികരണം ചോദിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കടയ്ക്കലിൽ 10 കോടിയിൽ പരം വരുന്ന, കാരണം ഇതിപ്പോഴൊന്നും ചുമന്ന് കയറ്റി തീരത്തിൽ നിന്നേ അത്രയധികം ചാക്കുകെട്ടുകളാണ്. ഇവിടെ വളവുംതെങ്ങ്, അതുപോലെ പന്ത്രമുക്ക്, അതുപോലെ തന്നെ കടയ്ക്കലുള്ള ആട്ടോ ഡ്രൈവേഴ്സ് എന്ന് വേണ്ട അങ്ങനെ ഒട്ടനവധി ആൾക്കാരുടെ ശ്രമകരമായി അത് ഇറക്കുകയും പരിശോധിക്കുകയും അത് ലഹരി വസ്തുക്കളാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടന്നത്. അതിനുശേഷം അത് തിരിച്ച് വന്ന ലോറിയിലേക്ക് തന്നെ തിരിച്ച് കയറ്റി, അതായത് ജ്യോതിഷ് സാറിന്റെ നേതൃത്വത്തിൽ ജ്യോതിഷ് ചെറുവൂറിന്റെ നേതൃത്വത്തിൽ തിരിച്ച് ആ ലോറിയിലേക്ക് ലോഡിങ്ങും നടക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. എന്തായാലും കടയ്ക്കലിലെ ഏറ്റവും വലിയ മനോഹരമായ ദിവസങ്ങൾ കടന്നു പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി സാക്ഷി TVയുടെ ഒരു ബിഗ് സല്യൂട്ട് നമ്മുടെ ജ്യോതിഷ് ചെറുവൂർ സാറിന് നൽകിക്കൊണ്ട് നമ്മൾ ഈ തത്സമയ സംരംഭം ഇനി ഇപ്പം ആദ്യത്തെ നീല, വെള്ള, അതുപോലെ തന്നെ ഇനിയിപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത് ബ്രൗൺ കളർ എന്ന ചാക്കുകളാണ്. നീലയൊക്കെ കയറ്റുമ്പോഴത്തേക്ക് ഒരു പരിധിയിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇനി ഈ കിടക്കുന്നുണ്ടല്ലേ ഈ കാർട്ടൂൺസ് ഇതൊക്കെ പരിശോധന വിധേയമാണ്. അതുപോലെ ഈ കിടക്കുന്ന ഈ ചാക്ക്, അതായത് ഇപ്പം കയറ്റിക്കൊണ്ടിരിക്കുന്ന ബ്രൗൺ ചാക്കാണ്. ആ ബ്രൗൺ ചാക്ക് കൂടെ കയറ്റിയ ശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബ്രൗൺ ചാക്ക് ചുമന്നുകൊണ്ടത് ഇവിടെ ലോഡിങ് ചെയ്യാനല്ലേ, ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ നാട്ടുകാരുമാണ് അത് ചുമന്നുകൊണ്ട് പോകുന്നത്. കണ്ടില്ലേ ഇനി ഏകദേശം ഇനി കുറേ ചാക്കുകൾ കൂടി കയറ്റാനുണ്ട്. അതുകൂടെ കയറ്റിക്കഴിഞ്ഞാൽ ഈ കാർബോർഡ് കൂടി കയറ്റി കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തും. എന്തായാലും ഇത് സ്റ്റേഷനിലേക്ക് തന്നെ, കടയ്ക്കൽ സ്റ്റേഷനിലേക്ക് തന്നെയായിരിക്കും ഇന്ന് രാത്രി മാറ്റാൻ കഴിയുക എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ശരി, കടയ്ക്കലിലെ ഏറ്റവും വലിയ ലഹരി വേട്ട, 10 കോടിയിൽ പരം രൂപയുടെ ലഹരി വേട്ട, ഇതെവിടുന്ന് വന്നു, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് നാളത്തെ സുപ്രഭാതത്തിൽ അറിയാൻ കഴിയും. ഇനിയിപ്പോൾ ഈ കാർബോർഡുകൾ കൂടി കയറ്റണം. ആകെ ഇതിലെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ കടയ്ക്കൽ നാട് ഒന്നായി ഈ ലഹരി വേട്ടയ്ക്ക് അദ്ദേഹം കയറുന്നുണ്ടോ അവിടെ ജ്യോതിഷ് സാർ
അദ്ദേഹം മുകളിലേക്ക് കയറി കഴിഞ്ഞു. അദ്ദേഹമാണ് അതിന് നേതൃത്വത്തിൽ. അദ്ദേഹത്തോടൊപ്പം ഈ കടയ്ക്കൽ നാട് കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ സവിശേഷത. ഇതാണ് കടയ്ക്കൽ. കടയ്ക്കൽ ഇങ്ങനെയാണ്. അത് തന്നെയാണ് ഈ വേട്ടയുടെ ഏറ്റവും വലിയ സവിശേഷത. വികാസമ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, പൊതുപ്രവർത്തകർ എല്ലാം തന്നെ ഒന്നടങ്കം അവര് ഞങ്ങൾ നേതാക്കന്മാർ ഒന്നൊന്നും മാറി നിൽക്കാതെ ഈ ലഹരി വസ്തു ഇറക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ ലഹരി വസ്തു അൺലോഡ് ചെയ്യുന്നതിനും ഒക്കെ തന്നെ അവർ നിൽക്കുന്നു. ഇപ്പം തന്നെ ഞാനിവിടെ കണ്ട ശ്രീ വികാസ് അടക്കമുള്ള, അതേപോലെ തന്നെ കടയ്ക്കലിൻ്റെ രാഷ്ട്രീയം മുഴുവൻ ഇതിന് ഇവിടെ തടിച്ചുകൂടിക്കൊണ്ട് ഈ ജനങ്ങളെ കാണിക്കാൻ നിന്നാൽ നമുക്ക് എങ്ങും എത്താൻ പറ്റാത്ത ഒരു ഇതാണ്. വളരെ വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഇടപെടുന്നവരാണ് കടയ്ക്കൽക്കാർ. അതാണ് കടയ്ക്കലിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഇത് ഇവിടുത്തെ ലോഡിങ്ങാരൊന്നും അല്ല ഇത് തിരിച്ച് അൺലോഡ് ചെയ്യുന്നത്. ഇവിടെ അൺലോഡ് ചെയ്യുന്നത് ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാർ, ഇവിടുത്തെ വളവും തെങ്ങ്, പിന്നെ കടയ്ക്കൽ ടൗണിലെ ചെറുപ്പക്കാർ, അതുപോലെ അങ്ങനെ ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാർ വേണ്ട കണ്ടോ, അത്രയധികം വെയിറ്റുള്ള സാധനങ്ങൾ ഇവിടെ ചുമന്നുകൊണ്ട് പോകുന്നത് ഇവിടുത്തെ ഒരു ട്രേഡ് യൂണിയനുമല്ല, ഈ നാട്ടിലെ ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പക്കാർക്ക് കടയ്ക്കലൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം നിലനിർത്തുന്നതിനും ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനും കടയ്ക്കലിന്റെ യുവത്വം എപ്പോഴും മുന്നിൽ തന്നെയാണ് എന്നുള്ളത് യാതൊരുവിധ സംശയവുമില്ല. നമ്മൾ ഇപ്പോൾ കാണുന്നത് കടയ്ക്കലിലെ ഏറ്റവും വലിയ ലഹരി വേട്ടയാണ്. കടയ്ക്കൽ പണ്ടും ജോലിസാർ ഇവിടെ ഇരിക്കുമ്പോഴും അതോടൊപ്പം തന്നെ മറ്റു പല പോലീസ് ഓഫീസേഴ്സ് ഇരിക്കുമ്പോഴും പല ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. എങ്കിലും കടയ്ക്കൽ ഞെട്ടിക്കുന്ന ഏറ്റവും വലിയ ഏകദേശം 10 കോടി രൂപ വിലമതിക്കുന്ന ലഹരി വസ്തുവാണ് ഇവിടെ നിന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ ചിറവൂർ ജ്യോതിഷ് ചിറവൂർ അദ്ദേഹം ലോറിക്കുന്നു. ആ ലോറിയുടെ മുകളിൽ നിൽപ്പുണ്ട്. ഇത് സൂം ചെയ്താൽ നമുക്ക് ഇത്രയധികം അത് കാണിക്കാൻ പറ്റത്തുള്ളൂ. അത്രയധികം അദ്ദേഹം ഇപ്പോൾ ചടയമംഗലത്ത് ക്രൈം ഇൻസ്പെക്ടറായി ചാർജ് എടുക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ എന്തായാലും അദ്ദേഹം ഇപ്പോൾ കടയ്ക്കലുണ്ട്, ദേവിക്കുന്നു ആ ലോറിയുടെ മുകളിൽ. അദ്ദേഹം അങ്ങനെ പ്രൗഢഗംഭീരനായിട്ട് നിൽക്കുകയാണ്, വളരെ ഗൗരവസ്ഥനായിട്ട്. ബിഗ് സലൂട്ട് ജ്യോതിഷ് സാർ. ഇതുപോലുള്ള വേട്ടകൾ ഇനിയും നടത്താൻ നിങ്ങൾക്ക് അവസരങ്ങളുണ്ടാകട്ടെ. ഒരു പൊതുസമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുന്ന, കാർന്നു തിന്നുന്ന ഇത്തരം ലഹരി വസ്തുക്കളെ വേട്ടയാടി പിടിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു വലിയ മനസ്സ് മറ്റുള്ളവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ജ്യോതിഷ് സാറാണ് ഇപ്പോൾ ആ ലോറിയുടെ മുകളിൽ. എനിക്ക് ഏറെ ദൂരം നിന്ന് മാത്രമേ ഇത് എടുക്കാൻ കഴിയുന്നുള്ളൂ. കാരണം ഇവിടെ ഒരുപാട് പേർ, എനിക്കറിയില്ല എത്ര ആൾക്കാരാണ് ഇവിടെ കൂടിക്കിടക്കുന്നത്. ഒരുപക്ഷെ കടയ്ക്കൽ മൊത്തമുണ്ട് എന്ന് വേണം പറയാൻ. അത്രയധികം ആൾക്കാരാണ് ഇവിടെ കൂടി നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ദൂരെ നിന്ന് സൂം ചെയ്ത് ഇത്രയധികം കാണിക്കാൻ പറ്റത്തുള്ളൂ. ഒപ്പം അവിടെ ഹൈമാസ്റ്റിന്റെ വെട്ടവും കൂടിയുണ്ട്. ആ ഭാഗത്താണ് അദ്ദേഹം ഈ വാഹനം ഉപയോഗിക്കുന്നത്. 10 കോടി രൂപയുടെ ലഹരി വേട്ടയാണ് അദ്ദേഹം വളരെ തന്ത്രപൂർവ്വം ചെയ്തു എന്നറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥർക്കും നമ്മൾ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സാക്ഷി TV ഇവർക്കെല്ലാവർക്കും തന്നെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു. ഞാൻ ഇതിലൊരു മറ്റു സൈഡിലേക്ക് ഞങ്ങളുടെ ടീം മറ്റൊരു സൈഡിലേക്ക് മാറി നിന്ന് ഈ വിഷ്വൽസ് ഒന്ന് കേരളം നശിച്ചെന്നല്ല, കടയ്ക്കൽ നശിക്കാതിരിക്കാൻ വേണ്ടി, കേരളം നശിച്ചിരുന്നതല്ല, കടയ്ക്കൽ നശിക്കാതിരിക്കാൻ വേണ്ടി ഇതേപോലുള്ള നല്ല പോലീസ് ഓഫീസർമാർ, നല്ല നീതിപാലകർ ഉണ്ടാകട്ടെ. ഇതാണ് ആ കാർട്ടൂൺ കയറ്റുന്ന രംഗമാണ്. ആ കാർട്ടൂണാണ് അപകടകാരിയായ വസ്തു ഒടിഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ആ കാർട്ടൂണെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട എടുക്കത്തില്ല. ഈ കാർട്ടൂണെ കയറ്റിക്കഴിഞ്ഞാൽ ഈ കാർട്ടൂൺ ഏകദേശം ഇവിടെ കൂടിക്കിടക്കാണ് ഒരുപാട് കൊണ്ട്. കാരണം എനിക്ക് ഇവിടെ നിൽക്കുന്ന ഈ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് എനിക്ക് ഈ ഉയരക്കുറവായതുകൊണ്ട് ഈ വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അവരെന്നെ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നത്. അത് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. വളരെ കണ്ട ഈ കേൾക്കുന്ന കാർട്ടൂണാണ് അപകടകാരിയായ മറ്റൊരു വസ്തു ഉള്ളത്. ഇവിടെ ഇത് കടയ്ക്കലാണ്. കടയ്ക്കലിൽ ഇത് നേതൃത്വം നൽകിയത് ജ്യോതിഷ് ചിറവൂർ എന്ന് പറയുന്ന കടയ്ക്കലിന്റെ അഭിമാനം, നമ്മുടെ
അദ്ദേഹമാണ്. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ഒട്ടനവധി ചെറുപ്പക്കാർ, ഒട്ടനവധി ഓട്ടോ ഡ്രൈവേഴ്സ്, ഒട്ടനവധി കടയ്ക്കൽക്കാർ, ആൾമോസ്റ്റ് ഈ സാധനം ഇവിടെ കൊണ്ട് വെച്ചാൽ അതെ ഒരു കാർട്ടൂണിൽ തട്ടി ഞാൻ വീഴാൻ പോയതാണ്. കാരണം അത്തരത്തിൽ കാർട്ടൂൺ അടങ്ങി കിടക്കാൻ അടിച്ച സാധനം ഇല്ലേ, ഒന്നും അടിച്ചില്ല. അതെ, ഇതൊക്കെ വന്ന് നമ്മുടെ കിടക്കുമ്പോഴല്ലേ നമുക്ക് വല്ല ഇതൊക്കെ പറ്റും. അതേ ലോറിയുടെ ബോഡി അടച്ചു കഴിഞ്ഞു. ഇനിയും ഏകദേശം 5, 6, 7, 8 കുറച്ച് പേരോട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ 8 കാർട്ടൂൺ കൂടി അതിനകത്ത് കയറ്റാൻ കഴിയും. ഈ കാർട്ടൂൺ വെയിറ്റ് ഉള്ളതാണ്. ആ കാർട്ടൂണിൽ തട്ടിയാണ് റിപ്പോർട്ടർ എന്ന നിലയിൽ ഞാൻ വീഴാൻ പോയത്. കാരണം എന്താ വെച്ചാൽ അത്രയധികം ജനപ്രവാഹമാണ്. കടയ്ക്കൽ മൊത്തവും കടയ്ക്കലുണ്ട്, കടയ്ക്കൽ ബസ് സ്റ്റാൻഡിലുണ്ട് എന്ന് പറയാൻ കഴിയും. ഇപ്പോഴും നമ്മളെന്ന് പറയട്ടെ, ഇത് കണ്ടെത്തിയ പോലീസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ജ്യോതിഷ് ചെറുവൂർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ഈ ലോറിക്ക് മുകളിലാണ്. അദ്ദേഹത്തെ ഒന്നുകൂടി പ്രേക്ഷകർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പരിശ്രമം നടത്തി നോക്കാം. ഇതാണ് ഈ വന്ന വണ്ടി, KL 03 AM 7707. ഈ വണ്ടി കാണിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അത് ഭയന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് ആരുടെ പേരുള്ള വണ്ടിയാണെങ്കിലും അതിൽ ഭയന്നിട്ട് കാര്യമില്ല. ലഹരി കടത്തിവിടാൻ വേണ്ടി ഇത്തരം ഒരു വാഹനം ഉപയോഗിച്ചു എങ്കിൽ അത് കാണിക്കാതിരിക്കാൻ കഴിയില്ല. അത് സാക്ഷിയുടെ അല്ലെങ്കിൽ മറ്റ് ചാനലുകളോ കാണിക്കാതിരുന്നാൽ തന്നെ മോശമാണ്. തന്നെ നിങ്ങൾ നോക്കൂ, കടയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ ആണ് ഇന്ന് ഈ ലഹരി വേട്ട നടന്നത്. വളരെ തന്ത്രപരമായി നമ്മൾ ഒരിക്കൽ കൂടി ജ്യോതിഷാനെ കാണിക്കാം. അദ്ദേഹം നിൽക്കുന്നു, കണ്ടോ അദ്ദേഹം കണ്ടോ ആ കാർട്ടൂൺ. അത് ആ ഭയങ്കര ഭാരമാണ് ആ കാർട്ടൂൺ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം എൻ്റെ നമ്മുടെ സാങ്കേതികയിൽ ചില ഗ്രെയിൻസൊക്കെ വരാൻ സാധ്യതയുണ്ട്. പ്രേക്ഷകർ സദയം ക്ഷമിക്കണം. ജ്യോതിഷാറാണ് അവന് മുകളിൽ നിൽക്കുന്നത്. ഇങ്ങനെ നിന്ന് അദ്ദേഹത്തെ കാണിക്കാൻ പറ്റത്തുള്ളൂ. കണ്ടോ ഇപ്പോൾ കടയ്ക്കലത്തെ ഒരു മാധ്യമ റിപ്പോർട്ടകൻ ആ ലോറിക്ക് മുകളിൽ കയറി ഇരിപ്പുണ്ട്. ശ്രീ അനിലണ്ണനാണ് ഇരിക്കുന്നത്. ഇത് കടയ്ക്കലാണ്. കടയ്ക്കലിൽ ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അതെ, കടയ്ക്കൽ നാട് ഇവിടെ ഇങ്ങനെ ഈ ഏകദേശം ഇവിടെ പലപ്പോഴുമൊക്കെ ചില അദ്ദേഹം ഇവിടുത്തെ കടയ്ക്കലിൻ്റെ പ്രിൻസിപ്പൽ SI ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ചില ഈ പ്രദേശങ്ങളിലൊക്കെ ചില ലഹരി വേട്ടകൾ നടന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും അദ്ദേഹം ഇവിടുന്നൊക്കെ കുറച്ച് നാൾ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇപ്പം ചടയമംഗലത്തേക്ക് ചാർജ് എടുക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷേ അദ്ദേഹം കടയ്ക്കലിലേക്ക് എങ്ങനെ ഇറങ്ങി വന്ന് അദ്ദേഹത്തിൻ്റെ എവിടുന്നാണ് എങ്ങനെയാണ് എന്നൊന്നും അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ ന്യായമാണോ? പക്ഷേ അദ്ദേഹം ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ 10 കോടിയുടെ ലഹരി വേട്ട അതാണ് കടയ്ക്കലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വാഹനം പിടിച്ചു, അതിൻ്റെ വന്ന ആൾക്കാരെയെല്ലാം അദ്ദേഹത്തിന് കണ്ടെത്തി. ഇപ്പോൾ ആ വാഹനം കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് നീങ്ങാൻ പോവാണ്. ഇവിടെ കൂടി നിൽക്കുന്നത് ഒന്നും തന്നെ ഇവിടുത്തെ ലോഡിങ്ങുകാരൊന്നുമല്ല ഈ സാധനം കയറ്റി വെച്ചത്. ഇവിടുത്തെ നാട്ടുകാർ, ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. കാരണം അവരൊക്കെ ആഗ്രഹിക്കുന്നതും പണ്ടും ഇവിടെ ഈ കടയ്ക്കലിന് മാറ്റങ്ങളിലേക്ക് വേണ്ടി ആഗ്രഹിച്ചത് ഒരു യുവതലമുറയാണ്. അറിയാം, ഒരു യുവതലമുറയാണ്. അങ്ങോട്ട് പോകുക തന്നെ ഒരു യുവതലമുറയാണ്. ആ യുവതലമുറ ആവേശങ്ങളാണ്, ആശ്വാസകരമാണ്. കാരണം ഇവിടെ എനിക്ക് തരാനുള്ള പൈസ കൂടി തരണം കേട്ടോ. കുറേ ദിവസമായി എവിടെ നോക്കണോ നീ? അവനെൻ്റെ അനിയനാണ്. അവൻ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി വന്ന് ഓടിപ്പോയതാണ്. ഇതാണ് അതിൻ്റെ ഒരു വലിയ സംഭവം. വണ്ടി ക്ലോസ് ചെയ്തു. ഇതാണ് കടയ്ക്കൽ ഏറ്റവും വലിയ ലഹരി വേട്ടയാണ് ഇന്ന് വന്നിരിക്കുന്നത്. വണ്ടി ക്ലോസ് ചെയ്തു. ഇനിയിപ്പം വണ്ടി സ്റ്റേഷനിലേക്ക് പോകാൻ സാധ്യതയാണ്. പറയാറിയുന്നുണ്ട് ഒരു തൊലി അറിയുന്നു, ഒരു പുളി നാളെ ഇന്നലെ ഈ താഴെ ചുവന്ന് അടങ്ങപ്പെടുകയാണ്.
ഇതിനകത്ത് ഒരു കമന്റ് വരുന്നുണ്ട്, പണി മനസ്സിലായോ, ശരിയായി വരും നൽകൂ. എന്താണ് പണി മനസ്സിലാകുക? അതൊന്നും നമുക്കറിയില്ല. നമ്മളിവിടെ കണ്ട സംഭവം സാക്ഷി TV റിപ്പോർട്ട് ചെയ്തു. ഇതിൻ്റെ പിന്നീടുള്ള ഒരു പണിയും നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പൂർണ്ണമായി പറയുന്നത്. പണി മനസ്സിലായിട്ട് എന്താ കാര്യം? എന്തായാലും കടയ്ക്കൽ തിരുവുത്സവം നടക്കാൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിനാണ് ഈ ലഹരിവേട്ട. 10 കോടിയുടെ ലഹരിവേട്ടയാണ് ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ നാട് മൊത്തം ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്നിട്ട് ആണ് ഈ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ജ്യോതിഷാറ് താഴെ വന്നു എന്ന് തോന്നുന്നു, ഞാനത് നോക്കട്ടെ. നിന്നെ പിടിച്ചു വയ്ക്കത്തൊന്നുമില്ല. ഇതാണ് ഞാൻ കടയ്ക്ക് ലൈവ് ചെയ്യാൻ പറ്റാത്ത. നീയൊക്കെ വിളിച്ച് അനാവശ്യമായിട്ട് പറഞ്ഞു. ഓക്കെ 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 ജ്യോതിഷാറ് താഴെ വന്നു. അദ്ദേഹം അതിൻ്റെ ശരിയായ വിവരങ്ങൾ ശരിയായ വിവരങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അത് ഞാനല്ല ഇവന്മാർ ഇവിടെ മൊത്തത്തിൽ ബഹളവാ. ഞാൻ ചെയ്യാൻ പറ്റും? പൈസ ഉണ്ടോ? ഓ സാർ 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 ഓ കൊടുക്കാം. ജ്യോതിഷ നമുക്ക് സാർ ഇത് എങ്ങനെ പിടികൂടിയത്? എവിടത്തേക്കാണ് ഇത് കൊണ്ടുപോയത്? ഇപ്പം നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപാരവുമായി ബന്ധപ്പെട്ട് കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും നമ്മുടെ കടയ്ക്കൽ പോലീസും കൂടെ ചേർന്ന് നടത്തിയ കർശനമായ പരിശോധനയിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ഏകദേശം 11,624 പാക്കറ്റ് അടങ്ങിയ 10 കോടി രൂപ ഏകദേശം മൂല്യം വരുന്ന ലഹരി മരുന്ന് വസ്തുക്കളും 72 ഗ്രാം കഞ്ചാവുമാണ് നിലവിൽ നമ്മൾ ഈ വാഹനത്തിൽ നിന്ന് പിടികൂടിയത്. വാഹനം ഓടിച്ചു വന്ന് ഒരാളെ ഉണ്ടായിരുന്ന വാഹനം ഓടിച്ചു വന്ന് മഞ്ചേരിയിലുള്ള ബഷീർ, 45 വയസ്സുള്ള ബഷീറാണ് ഈ വാഹനം ഓടിച്ചു വന്നത്. ഇതിനു മുമ്പും നിരവധി തവണ ബഷീർ ബാംഗ്ലൂരിൽ നിന്ന് ലോഡ് കേരളത്തിൻ്റെ പല ഭാഗത്ത്, പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരം കൊല്ലം മേഖലകളിൽ നിരവധി തവണ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് നടക്കുന്നതാണ്. അന്വേഷണം മുന്നോട്ട് നടന്നതിന് ശേഷം ഈ കാര്യങ്ങൾ നിലവിൽ 72 ഗ്രാം കഞ്ചാവ്, പൻ മസാലയിൽ വ്യത്യസ്ത ഫിനിഷ്, പൂള്, ചൈനി കൈനി അങ്ങനെയുള്ള വ്യത്യസ്ത ഇനായിട്ടാണ് 3 കളർ പാക്കറ്റാണുള്ളത്. ഇപ്പോൾ കടയ്ക്ക് വന്നപ്പോഴാണ് സാർ ഇത് എങ്ങോട്ട് കൊണ്ടുപോയത്? ഇന്ന് ഈ ലോഡ് നിലവിൽ അവൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നു, ഫോളോ ചെയ്ത് വന്നു. നിലവിൽ അവൻ തിരുവനന്തപുരത്ത് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ ചേസ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്തത്. അപ്പം ബാക്കി കൂടുതൽ അന്വേഷണം നടത്തിയാൽ ഇത് ആരൊക്കെയാണ്, എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, എത്രയാണ് കൊണ്ടുവന്നത് അറിയാൻ പറ്റും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് ഒരുപാട് കണ്ണികളുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള അന്വേഷണത്തിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഈ വാഹന രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ കർണാടക രജിസ്ട്രേഷനാണ്. കർണാടക രജിസ്ട്രേഷൻ വാഹനമാണ്, കർണാടകത്തിലെ വണ്ടിയാണ്. നിലവിൽ ചോദ്യം ചെയ്ത് നിന്ന് ബൈപ്പാസിൽ നിന്ന് ആളെ ഹാൻഡ് ഓവർ ചെയ്തു എന്നാണ് നിലവിൽ പ്രതി പറഞ്ഞിരിക്കുന്നത്. വിശദമായിട്ട് ചോദ്യം ചെയ്യും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെ ഇതിനകത്തുണ്ട്, തവണ കൊണ്ടിറക്കി. ഇതിന് മുമ്പേ ഒരു വലിയൊരു കേസ് പിടികൂടിയായിരുന്നു. അപ്പോൾ ഇപ്പം ലഹരി മരുന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള കർശന കടയ്ക്ക് തിരുവാതിര, അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൊണ്ടുവന്നതായിരിക്കണം. നമുക്ക് അത് ചോദ്യം ചെയ്തതിന് ശേഷം വിശദമായിട്ട് ഇത് ചേസ് ചെയ്ത്
ഇത് അന്വേഷണ വിധേയമായി കണ്ടെത്തിയ നമ്മുടെ ചെറുവൂർ ജോയ്സ് ആണ് ഇപ്പോൾ നമ്മൾ പ്രതികരിച്ചത്. ഇനിയും അന്വേഷണം ഉണ്ടാകും എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ തത്സമയ സംപ്രേഷണം ഇവിടെ നമ്മൾ പൂർണ്ണമാക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് ഇന്ന് അന്വേഷണവുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ശശി ടിവിയുടെ അറിവിൽപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. എന്തായാലും ശരി, ഏകദേശം 10 കോടി രൂപയുടെ അധികം വില വരുന്ന ലഹരി വസ്തുക്കളാണ് ഇവിടുന്ന് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ജോയിസ് സാർ പറഞ്ഞത്. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ പൂർണ്ണവിവരങ്ങൾ നമുക്ക് ലഭിക്കും. ആ ലഭിക്കുന്നതനുസരിച്ച് പ്രേക്ഷകരിലെത്തിക്കും. നന്ദി, നമസ്കാരം. ഗുഡ് നൈറ്റ്. Bye.